പുസ്തകം നമുക്ക് എടുക്കാം. 31 അധ്യായം എടുക്കാം. 6-ാമത്തെയും 7-ാമത്തെയും വചനം നമുക്ക് വായിച്ചു കയറ്റാം. നിങ്ങളുടെ അപ്പനെ ഞാൻ എൻ്റെ സർവ്വബലത്തോടും കൂടെ സേവിച്ചു എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നിങ്ങളുടെ അപ്പനോ എന്നെ ചതിച്ച് എൻ്റെ പ്രതിഫലം 10 പ്രാവശ്യം മാറ്റി. എങ്കിലും എന്നോട് ദോഷം ചെയ്യുവാൻ ദൈവം അവനെ സമ്മതിച്ചില്ല. ഇവിടെ ഒരു ഭക്തൻ തൻ്റെ കുടുംബത്തെ മുഴുവൻ വിളിച്ചു മുമ്പിലിരുത്തിയിട്ട് തൻ്റെ കുറേ വർഷത്തെ ജീവിത അനുഭവം അവരുടെ മുമ്പിൽ വിവരിക്കുക. സ്തോത്രം. ഞാൻ സേവിക്കുന്ന ദൈവം എനിക്ക് ഒരു ദോഷവും വരാൻ സമ്മതിക്കാത്ത ദൈവമാണ്. അങ്ങനെ ഉറപ്പുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ ഒരു ഭക്തനായ മനുഷ്യൻ തൻ്റെ കുടുംബത്തെ മുഴുവൻ വിളിച്ച് റാഹേലിനെയും ലേയെയും എല്ലാം അമ്മി വിളിച്ച് അടുക്കൽ വരുത്തിയിട്ട് പറയുകയാണ്, നിന്റെ അപ്പൻ എന്നെ പല വട്ടം ചതിച്ചു, പല വട്ടം എൻ്റെ പ്രതിഫലം മാറ്റിക്കളഞ്ഞു. പക്ഷെ നിനക്കറിയാമോ, എനിക്കൊരു ദോഷവും വരാൻ എൻ്റെ ദൈവം സമ്മതിച്ചില്ല. ഞാനൊരു ദൂത് പറയാം. നീ അകപ്പെട്ട സ്ഥലം കുതന്ത്രങ്ങൾ മെടയുന്ന ലാബാന്റെ വീടായാലും നിനക്കൊരു ദോഷവും വരാൻ മോളിന്ന് സമ്മതം കൊടുക്കുകയല്ലെന്ന്. ലോർഡ് 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 എനിക്ക് വേദപുസ്തകത്തിൽ സുന്ദരമായ ഒരു ഭാഗം അവിടെ ഉണ്ട്. എൻ്റെ ലൈഫിനെ എടുത്തു മറിച്ചൊരു ഭാഗമാണ്. ഞാൻ ശാന്തമായിട്ടത് നിങ്ങളോടൊന്ന് പറയാം. ലോർഡ്, എത്ര വർഷം യാക്കോബ് ലാബാനെ സേവിച്ചു പറയാമോ? എന്തോ ആദ്യ 7, പിന്നെ 7, മൊത്തം ആരും അങ്ങോട്ട് തെളിച്ചു പറയുന്നില്ല. മൊത്തം എത്ര വർഷാ? ഹോംവർക്ക് ഇരിക്കട്ടെ, എല്ലാം ഞാൻ പറഞ്ഞാൽ ശരിയാകത്തില്ല. പഠിച്ചോ, എന്നെ നോക്ക. സേവിച്ചു. ശ്രദ്ധിക്കണം. അവനെ ഒന്നും കൊടുക്കാതെ അവിടുന്ന് വിടണമെന്ന് ലാബാന്റെ ആഗ്രഹം. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. വർഷമൊക്കെ വീട്ടിൽ ചെന്ന് കണ്ടുപിടിച്ചോന്നേ. അടുത്ത ആഴ്ച വരുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞുതരാം. ഒരാഴ്ചയിലും നിങ്ങൾ പഠിക്കാത്തവർക്കൊന്ന് പഠിക്കണമല്ലോ. ലാബാൻ യാക്കോബിനെ വിളിച്ചേച്ച് പറഞ്ഞു, ദേ ഒന്നും തന്നില്ലെന്ന് വേണ്ട, പുള്ളിയും വരെയുള്ള ആടല്ല നിനക്കിരിക്കണം. ലാബാന്റെ കൊതു നോക്കണം. ആ നാളുകളിൽ പുള്ളിയും വരെയുള്ള ആട് ഇല്ല. 100 എണ്ണം ഉണ്ടായാൽ 2 എണ്ണം കാണും. ദൈവം രാത്രിയിൽ യാക്കോബിന്റെ അടുക്കൽ സ്വപ്നത്തിൽ ഇറങ്ങി വന്നു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ശത്രു തന്ത്രശാലിയാണെന്ന് നീ പറയുമ്പോഴും അവന്റെ തന്ത്രങ്ങളെ പൊളിക്കുന്ന പദ്ധതി ദൈവത്തിൻ്റെ. ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒടുത്തന് കിട്ടുന്ന എനർജി 3 അന്യഭാഷയല്ല, ശത്രുവിന്റെ തന്ത്രങ്ങളെ പൊളിച്ചടുക്കുന്ന പദ്ധതി നിന്റെ വീടിനകത്ത് രൂപപ്പെടുമെന്ന്. തിരിച്ചറിവുള്ള ഒരു സ്തോത്രം ചെയ്താണ്. ദൈവം രാത്രി യാക്കോബിന്റെ അടുക്ക് ഇറങ്ങി വന്നു വെച്ചു, നീ നാളെ ഒരു കാര്യം ചെയ്യണം. 3 വൃക്ഷത്തിന്റെ കൊമ്പൊടിക്കണം. ബദാം വൃക്ഷം, പുന്നവൃക്ഷം. ആ ഭാഗം കണ്ടോ? ഉൽപ്പത്തി 30:37. എന്നാൽ യാക്കോബ് പുന്നവൃക്ഷത്തിന്റെയും ബദാം വൃക്ഷത്തിന്റെയും അരിഞ്ഞിൽ വൃക്ഷത്തിന്റെയും പച്ചക്കൊമ്പുകളെ എടുത്ത് മതി. ഈ 3 വൃക്ഷത്തിന്റെ കൊമ്പ് നീ എടുക്കണം. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഈ ശത്രുവിന്റെ തന്ത്രം കണ്ടുകൊണ്ട് തല കുനിച്ചിരിക്കരുത്.
കർത്താവെ അതിനെ ജയിക്കുന്ന പുതിയ പദ്ധതി എൻ്റെ ലൈഫിൽ ആവിഷ്കരിക്കട്ടെ. ഇന്ന് ചിലരുടെ ലൈഫിൽ പുതിയ പദ്ധതി തമ്മിലെ തുടങ്ങാൻ പോവാ. ഇവന്റെ ചേട്ടനായിരുന്നു ഫറവോൻ. ആരുടെ? ഈ ലാബാന്റെ ചേട്ടനായിരുന്നു. അവൻ പറഞ്ഞു, നീണ്ട വർഷം ഇസ്രായേൽ മക്കൾ അനുഭവിച്ച മൊത്തം നന്മ പിടിച്ചു വെച്ചോ, അമ്മാരെ കൊണ്ട് ഇഷ്ടികയും ചുടിച്ചു വെറുങ്കയോടെ വിടാം. ദൈവം പറഞ്ഞു, നിന്നെ വെറുങ്കയോടെ വിടത്തില്ല. ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ഇവിടെ പ്രശ്നം, ഇതിനെയൊക്കെ ജയിക്കണമെങ്കിൽ ദൈവം പറഞ്ഞു തരുന്നത് കേൾക്കാൻ നമ്മൾ തയ്യാറാകണം. അതിന് തയ്യാറാകാത്ത കാലത്തോളം നമുക്ക് ആ വിഷയത്തിൽ നിന്ന് വെളി വരാൻ പറ്റത്തില്ല. ദൈവം പറഞ്ഞു, നിങ്ങൾ പോകാൻ നേരത്ത് അയലോക്കത്തെ വീടുകളിൽ കയറി അവരോട് സ്വർണ്ണാഭരണം ചോദിക്കണം, വെള്ളി ആഭരണം ചോദിക്കണം. അപ്പൊ അവരുടെ താമസിക്കുന്നതിന് അപ്പുറത്ത് താമസിക്കുന്നവരുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചു, ഉത്സവത്തിന് പോവോ, ഒരു മാല തരാവോ? എന്തോ ഒരു മാല. അന്നേരം അവര് പറഞ്ഞു, ഒരു മാലയായിട്ടല്ല, 12 തട്ടിന്റെ മാലയാ, ഒന്നായിട്ട് തരാൻ പറ്റത്തില്ല. എന്നാ പിന്നെ ആ 12 തട്ടിങ്ങി തന്നേക്കാൻ പറഞ്ഞു. ഒരു വള തരാമോ? അത് 24 ഒന്നിച്ച. കണ്ടിട്ടില്ലേ, ഒരു വളയെന്ന് ഒരു വളയിലോട്ട്. അത് മുറിച്ചു തരാൻ പറ്റത്തില്ല. മോതിരം ചോദിച്ചു, അത് 10 ഒരു സെറ്റാ. അപ്പൊ അവര് പറഞ്ഞു, എന്നാ പിന്നെ ഇങ്ങനെ ഓരോന്ന് ചോദിക്കണ്ട, ഈ പെട്ടിയോടങ്ങ് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അവർക്ക് പെട്ടിയോടങ്ങ് കൊടുത്തു. ഫറവോന് പണി ചെയ്ത് പിടിച്ചു വാങ്ങിക്കാമെങ്കിൽ ഫറവോനെ ഇരിപ്പിടത്തിൽ ഇരുത്തിയിട്ട് അത് തിരിച്ചു പിടിക്കാനും അറിയാം. നീ എന്താ ദൈവ പദ്ധതിയിലേക്ക് വരാത്തത്? നീ എന്താ ഈ ദൂത് കേൾക്കുന്നത്? നീ എന്താ ദൈവ പദ്ധതിയിലേക്ക് വരാത്തത്? ശത്രു വരുത്തിയ നഷ്ടം. ഞാൻ ഇന്നലെ ബൈബിള് വായിച്ചുകൊണ്ടിരുന്നപ്പം ഇയ്യോബ് പറയുന്നൊരു വാക്യം ഞാൻ കേട്ടു. ആ വാക്യം ഞാൻ ഒത്തിരി പ്രസംഗിച്ചു, പക്ഷെ ഇപ്പൊ പറയുന്ന ആശയത്തിൽ ഇന്നലെയാ വെളിപ്പെട്ടെ. യോബ് പറയാ, നോക്കിയേ, പിശാച് യോബിനെ നോട്ടമിട്ടു. ഇനി ഒരു ഭക്തന്റെ പ്രത്യേകത, ഒരു ഭക്തന്റെ മേൽ ദൈവത്തിന്റെ നോട്ടമാ. കഴിഞ്ഞൊരു സമാജത്തിൽ ഞാൻ പ്രസംഗിച്ചു, നീതിമാന്മാരുടെ മേൽ യഹോവയുടെ ദൃഷ്ടിയുണ്ടെന്ന്. നാട്ടുകാർ ദൃഷ്ടി വെച്ചാൽ നീ പേടിക്കണം, നിന്റെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടി നിൽക്കുക. സാത്താൻ ചുമ്മാ കയറി ഇയ്യോബിനെ നോക്കിയപ്പോൾ ദൈവം ചോദിക്കാം, നീ ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചോ? അവിടെ ഒരുത്തൻ നിന്നെ നോക്കി അവരെ ചോദിക്കാൻ ആളാ. അപ്പൊ ആരാ നീ? മുഴുവൻ നഷ്ടപ്പെട്ടു ഇയ്യോബിന്. ഉടനെ അവൻ പറയുക, ഞാൻ പറയുന്നത് ഇരുമ്പഴുത്താണി കൊണ്ട് എഴുതി വെക്കോ. അതെന്നാ? അത് മായാൻ പാടില്ല. എന്തുവാ എഴുതണ്ടിയേ? എന്നെ വീണ്ടെടുക്കുന്നവൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എന്റെ പ്രശ്നം നിങ്ങൾ പേടിക്കണ്ട, എനിക്ക് എന്നെ ഒരാൾ വീണ്ടെടുക്കും. ധൈര്യമുണ്ടോ? ശത്രു വരച്ച സീറോയ്ക്കകത്തു നിന്ന് നിന്നെ ഒരാൾ വീണ്ടെടുപ്പ് വില കൊടുത്തു. കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. എന്തോ ഇന്ന് ചില പൈശാചിക പദ്ധതികൾ പൊളിയുക. ഫറവോന്റെ പദ്ധതി പൊളിച്ചവൻ, ലാബാന്റെ പദ്ധതി പൊളിച്ചവൻ, ഹെരോദാവിന്റെ പദ്ധതി എവിടൊക്കെയോ നിന്റെ അനുഗ്രഹത്തിന് നേരെ പിശാച് കൊണ്ടുവന്ന ആമി പദ്ധതികൾ, മനുഷ്യർ കൊണ്ടുവന്ന ചതിവുകൾ, നിന്റെ പ്രതിഫലത്തെ മാറ്റിക്കളഞ്ഞ അവസ്ഥകൾ ഈ ദിവസങ്ങളിൽ മാറാൻ പോവാ.